ഹലോ ഫ്രണ്ട്സ്, അമീർ സുരേഷ് സാദർ. ഒരു മനുഷ്യൻ 27 വർഷം ലോകത്തിൻ്റെ ഒരു മൂലയ്ക്ക് നിന്ന് വേറൊരു മൂല വരെ നിർത്താതെ നടക്കുന്നു. ഇതാണ് ഇന്നത്തെ സ്റ്റോറി. ഇത്തവണ കാൾ ബുഷ്ബി എന്ന ഒരു ബ്രിട്ടീഷ് പാരാട്രൂപ്പറുടെ കഥയാണ്. 27 വർഷം ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കാൽനടയായിട്ട് മാത്രം, വേറൊരു വാഹനങ്ങളും ഒരു സംഭവങ്ങളും ഉപയോഗിക്കാതെ കാൽനടയായിട്ട് മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. ഈ വർഷം 2026 സെപ്റ്റംബറിൽ വീട്ടിലെത്തിയേക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരു മനുഷ്യൻ. വേറെ ജീവിതത്തിനകത്ത് വേറെ യാതൊരു ലക്ഷ്യമില്ല. ഇത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. അയാൾക്കിട്ട് സ്വന്തം രാജ്യം ഇംഗ്ലണ്ടും തൊട്ടയൽ രാജ്യമായിട്ടുള്ള ഫ്രാൻസോടെ കൂടി ലാസ്റ്റ് മിനിറ്റിൽ 2026 അയാൾക്കിട്ട് പണി കൊടുക്കുന്നു. അയാൾക്ക് വീട്ടിലെത്താൻ കഴിയാതിരിക്കുന്നു. ഇപ്പം അങ്ങനെ ഈ സംഭവം വീണ്ടും കാൾ ബുഷ്ബി എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഏട് കഴിഞ്ഞു പോയത് വീണ്ടും മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഞങ്ങളതുകൊണ്ടാണ് ഇത്തവണ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ലിങ്കുകൾ കമൻറ്റിൽ കൊടുക്കാം, കൂടുതൽ വായിച്ച് നോക്കാം. ഇയാൾക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 പേര് പുള്ളിയെ ഉപേക്ഷിച്ച് പോയി. അമ്മ മാത്രം പുള്ളിയെ കാത്തിരിക്കുന്നു, ആഞ്ചല ബുഷ്ബി. ഹള്ളെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഹള്ളെന്ന് പറഞ്ഞ സ്ഥലത്താണ് പുള്ളി ജനിച്ചത് 1969. 1998 ഇയാളുടെ സാധാരണ യാത്രകളുടെ ഭാഗമായിട്ട് ഇയാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 1998 നവംബർ 1 ചിലിയിൽ വെച്ച് പുള്ളിക്ക് ഒരു ഉൾവിളി ഉണ്ടാകുന്നു. എന്തുകൊണ്ട് എനിക്ക് ലോകം മുഴുവൻ എനിക്ക് ലോകത്തിൻ്റെ ഭൂഗോളത്തെ മുറിച്ച് എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലെത്തിക്കൂടാ, ഇതൊരു ഭ്രാന്തരാശയം എന്ന് മാത്രമാണ് അന്ന് കേട്ട ആൾക്കാർ മുഴുവൻ പുച്ഛിച്ച് തള്ളിയത്. അതൊരിക്കലും നടപ്പുള്ള കാര്യമായിരുന്നു ആൾക്കാർ പറഞ്ഞു. അന്നത്തെ പുള്ളിയുടെ പ്ലാൻ അനുസരിച്ച് 12 വർഷം കൊണ്ട് വീട്ടിലെത്താൻ കഴിയുമായിരുന്നു. അതായിരുന്നു പുള്ളിയുടെ പ്ലാൻ. ഒരു സ്പോൺസർഷിപ്പ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ ഗ്രാജുവലി പുള്ളിക്ക് കൂടുതൽ സ്പോൺസേഴ്സിനെ കിട്ടി. കാരണം ഈ ആൾ നടന്നു പോകുന്ന ഓരോ രാജ്യത്ത് കൂടെ ഇങ്ങനെ ആൾ ഒരു ബാക്ക് പാക്കും വെച്ചിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ സ്പോൺസേഴ്സ് വന്നു. പക്ഷേ സ്പോൺസേഴ്സിന് ഒരു പരിധിയുണ്ട്. ഒരാളുടെ ജീവിതം മൊത്തം 60 വയസ്സ് വരെ നമുക്ക് ഒരാളുടെ ജീവിതം മൊത്തം സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സ്പോൺസർഷിപ്പ് നിലയ്ക്കുന്നൊരു കാലം വന്നു. ഒപ്പം പുള്ളി കടന്നുപോയ രാജ്യങ്ങൾക്കകത്ത് ഏറ്റവും അപകടകരമായിട്ടുള്ള എല്ലാ ഭൂപ്രകൃതിയും പുള്ളി താണ്ടി കഴിഞ്ഞു. അതായത് അന്റാർട്ടിക്ക പോലത്തെ സ്ഥലത്ത് വെറും പൊട്ടിത്തകരുന്ന മഞ്ഞുവാടകൾക്കിടയിൽ കൂടെ വെറും കൈയും കാലും കൊണ്ട് മാത്രം പുള്ളി യാത്ര ചെയ്തു. എപ്പോൾ വേണ്ട ഒരു അപകടം സംഭവിക്കാൻ നിർത്തും അത് പുള്ളി പാസ് ചെയ്തു. ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്ന പനാമ കൊളംബിയ ഡാരിയൻ ഗ്യാപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടുത്തെ ലോകത്തിലെ ഏറ്റവും വന്യജീവികളുടെ ഏറ്റവും വന്യമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് പറയുന്നത്. എപ്പോൾ വേണ്ട എന്ത് അപകടം ഉണ്ടാകുന്ന ഏത് ടൈപ്പിലുള്ള വന്യമൃഗത്തെ പ്രതീക്ഷിക്കേണ്ട പാസ് ചെയ്ത് പോകാൻ യാതൊരു ചാൻസും ഇല്ലാത്തൊരു സ്ഥലം, അതും പുള്ളി പാസ് ചെയ്തു. ഇതെല്ലാം 10, 30, 40 ദിവസം എടുത്ത യാത്ര ചെയ്യുന്നത്. ഇനി ഇറാനിൽ ചെന്നപ്പോൾ ഇറാൻ്റെ വിസ നിഷേധിക്കപ്പെട്ടു. ഇറാൻ വിസ കൊടുക്കത്തില്ല. അപ്പം ഭൂമി കൂടെ യാത്ര ചെയ്യേണ്ട വിസ ആവശ്യമുള്ളൂ. ശരി, ഞങ്ങൾ കടലിൽ നീന്തി പൊക്കോളാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി കടലിൽ നീന്തി കിടന്നു. കാസ്പിയൻ കടൽ എന്ന് പറയും, ഐസ് ഉറഞ്ഞ് കിടക്കുന്ന കടൽ. പുള്ളി അത് 32 ദിവസം കൊണ്ട് ആ കടലിൽ നീന്തി കിടന്നു. ഓർത്തോളം ഒരാളുടെ വിൽ പവറിൻ്റെ ആഴം, അയാളുടെ ഉള്ളിൽ തറഞ്ഞു കിടക്കുന്ന ആഴത്തിൻ്റെ ലെവൽ ഓർക്കണം. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി അന്റാർട്ടിക്ക ക്രോസ് ചെയ്യുമ്പോൾ വേറൊരു കോമഡി, റഷ്യയുടെ ബോർഡറിലോട്ടാണ് ചെന്ന് കയറുന്നത്. സൈബീരിയൻ ക്രോസ് ചെയ്ത് വന്ന് റഷ്യൻ ബോർഡറിലോട്ടാണ്. ഉടനെ റഷ്യൻ ബോർഡർ പോലീസ് പുള്ളി അറസ്റ്റ് ചെയ്യുന്നു. പറയുന്നത് കാരണം നിങ്ങൾ തെറ്റായ എൻട്രി പോയിൻറ്റിൽ കൊണ്ടാണ് ഞങ്ങളുടെ രാജ്യത്ത് പ്രവേശിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വിസ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. 150 ദിവസം അടിച്ച് വിസയാണ് 90 ദിവസം കൊണ്ട് പുള്ളിക്ക് നിൽക്കാൻ പറ്റുന്നത്. അതിനിടയ്ക്ക് ഇവർ ആ യാത്ര ബ്ലോക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അത് രാജ്യങ്ങൾ തമ്മിലുള്ള കളി കൂടെ ആയിരുന്നു. കാരണം ബ്രിട്ടന് കിട്ടേണ്ട പേരിനെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ഇടിച്ചതാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തിട്ടായിട്ടാണ് അന്നത്തെ കാരണം എല്ലാവരും പറയുന്നത്. പക്ഷേ പുള്ളിക്ക് വിസ ബാൻ ചെയ്യുന്നു. എന്നിട്ട് 5 വർഷം പുള്ളിക്ക് വിസ നിഷേധിക്കുന്നു. റഷ്യയിലോട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പുള്ളിക്ക് അനുവാദമില്ല. പുള്ളി അതിന് ചെയ്ത പരിപാടി എന്നാൽ ഇപ്പോൾ കാണിച്ചുതരാം. പുള്ളി നേരെ അമേരിക്കയ്ക്ക് വെച്ച് പിടിച്ചു. അമേരിക്കയിൽ ചെന്നിട്ട് ലോസ് ആഞ്ചലസിൽ നിന്ന് പുള്ളി വാഷിങ്ടൺ DC-യിലാണ് റഷ്യൻ എംബസി. വാഷിങ്ടൺ DC വരെയുള്ള 4700 കിലോമീറ്റർ പുള്ളി അങ്ങ് നടന്ന്. അപ്പോൾ ഓർത്തണം മാധ്യമങ്ങളുടെ ശ്രദ്ധ. അമേരിക്ക എന്ന് പറഞ്ഞാൽ മീഡിയ ഹബ്ബാണ്, മീഡിയ വേൾഡിൻ്റെ സെൻ്ററാണ്. അപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും പുള്ളിലേക്ക് മാത്രമേ ശ്രദ്ധിച്ചേ. റഷ്യ എന്താണോ ആഗ്രഹിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടായി. അവസാനം റഷ്യക്ക് വിസ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പുള്ളി റഷ്യ ക്രോസ് ചെയ്തു. ഇപ്പം അവസാനം ഇതെല്ലാം ഈ ബുദ്ധിമുട്ടുകളുടെയും ദുരിതങ്ങളുടെയും എല്ലാം അവസാനം ഈ അമ്മ കാത്തിരിക്കുന്നു. ഇപ്പോൾ ഈ 2-3 തവണ പുള്ളി സ്വന്തം വീട്ടുകാർ അവിടെ പുള്ളി എവിടെയാണോ അവിടെ വിളിച്ച് എടുത്തിട്ട് പറയുന്നുണ്ട്, ചിലപ്പോൾ ഈ ഒരു ഞാൻ പാസ് ചെയ്തേക്കില്ല, ഞാൻ തിരിച്ച് വന്നേക്കില്ല, അതുകൊണ്ട് നിങ്ങളെ കാണണം. അങ്ങനെ വിളിച്ച് എടുത്ത് 2 പ്രാവശ്യം വീട്ടുകാരെ കണ്ട അനുഭവങ്ങളുമുണ്ട്. എന്നിട്ട് പുള്ളി തിരിച്ച് വീട്ടിൽ വന്നില്ല. കാരണം അതായിരുന്നു പുള്ളിയുടെ റൂള്. 2 റൂളാണ് പുള്ളിക്കുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള വാഹനങ്ങൾ ഞാൻ ഉപയോഗിക്കില്ല, കാൽനട മാത്രം. 2, ഈ യാത്ര എന്ന് പൂർത്തിയാകാതെ ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു പോവില്ല. അതുകൊണ്ട് പുള്ളി ഇപ്പോഴും അഭയാർത്ഥി പോലെ പല രാജ്യങ്ങളിൽ കൂടെ അടഞ്ഞിടിച്ച് ജീവിക്കുന്നു. ഇതാണ് പുള്ളിയുടെ ജീവിതം. ഇന്ന് 2026 ആയപ്പോഴത്തേനും പുള്ളി തിരിച്ച് നാടിനോട് അടുത്തു. ബെൽജിയം, ജർമ്മനി ക്രോസ് ചെയ്തു. യൂറോപ്പ് കവർ ചെയ്ത് തീർത്തു. ഫ്രാൻസിൻ്റെ ഓരത്തെത്തി. ഫ്രാൻസിൽ നിന്ന് ഇനി ഇംഗ്ലീഷ് ചാനൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഇംഗ്ലണ്ടിലെത്തും. ഇംഗ്ലണ്ടിലെ ഹള്ളെന്ന് പറഞ്ഞ സ്ഥലത്തെത്താൻ വേണ്ടി പിന്നെ അധികം ദൂരമില്ല, അധികം സമയങ്ങളില്ല, കുറച്ച് ഏതാനും 1000 കിലോമീറ്ററുകൾ മാത്രം. എല്ലാം അവസാനിച്ചു. ഏറ്റവും പര്യവസായിയായിട്ട് അവസാനിച്ചു എന്ന് ഓർത്തുകൊണ്ടിരുന്ന കാലത്താണ് പുള്ളിക്കിട്ട് ഏറ്റവും അവസാനത്തെ പണി കിട്ടുന്നത്. ഫ്രഞ്ച് അധികൃതർ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ട് ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കണം? അതിനടിയിൽ കൂടി ഒരു തുരങ്കം ഉണ്ടല്ലോ, ഇതിനടിയിൽ കൂടി ഒരു ട്രെയിൻ പോകുന്ന തുരങ്കമുണ്ട്. അതിന് കാരണം ഇംഗ്ലണ്ടിനോട് പുള്ളി അപ്ലൈ ചെയ്തു, യൂറോപ്പ് ചാനലുകാരോട് അപ്ലൈ ചെയ്തു, എനിക്ക് ഈ തുരങ്കത്തിൽ കൂടെ നടന്ന് ഞാൻ യാത്ര ചെയ്തോട്ടെ, എൻ്റെ ഇതാണ് 27 വർഷമായിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
യൂറോ ടണലുകാർ കൂട്ടിയും കുറച്ചും കഥയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എന്നും എപ്പോഴും 20 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണത്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ. നിനക്ക് വേണ്ടി ഇത് സ്ലോ ചെയ്യിപ്പിക്കാനും നിർത്തിവെക്കാനും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഇതൊരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്ക് ആണ്. ഞങ്ങൾക്ക് നടക്കുന്ന ഒരാൾ എത്രയോ മണിക്കൂറുകൾ കൊണ്ടായിരിക്കും ഇവിടെ തിരിച്ച് പാസ് ചെയ്ത് വരുന്നത്. ആ ആൾക്ക് വേണ്ടി എല്ലാ സംഭവങ്ങളും നിർത്തി വെച്ചിട്ട് ഇയാളെ പുറകെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്കത് അനുവദിക്കാൻ സാധ്യമായിരുന്നു. അവർ തീരുമാനിച്ചു. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് കിട്ടിയ പണിയാണത്. ഫ്രഞ്ചുകാർ കൊടുത്ത പണി, ഇംഗ്ലണ്ടിലെ പോർട്ടിൽ നിന്ന് നിങ്ങൾ ഫ്രഞ്ചിലോട്ട് നീന്തിക്കോ, ഫ്രാൻസിലോട്ട് നീന്തിക്കോ, ഇംഗ്ലീഷ് ചാനൽ മുറിച്ച് കിടക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ഞങ്ങളത് അനുവദിക്കാം. പക്ഷേ ഫ്രാൻസിലെ പോർട്ടിൽ നിന്ന് നിങ്ങൾ ഇവിടുന്ന് മുറിച്ച് ഇംഗ്ലീഷ് ചാനൽ മുറിച്ച് കിടന്നിട്ട് ഇംഗ്ലണ്ടിലോട്ട് പോകാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല, നിയമമില്ല. സത്യമായിട്ട് അത് അവരുടെ ബോർഡർ, അവർക്ക് തീരുമാനിക്കാം. അങ്ങനെ ഫ്രാൻസ് കൊടുത്ത പണിയത്. അങ്ങനെ 2 പണികൾക്ക് ശേഷം പുള്ളി ഇപ്പോൾ ഇവിടെ ബ്ലോക്കായിട്ട് നിൽക്കുന്നു. സെപ്റ്റംബർ 2026 സെപ്റ്റംബറോടുകൂടി അമ്മയെ വന്ന് കാണാൻ പുള്ളിക്ക് കഴിയുമെന്ന് വിചാരിച്ചൊരു മനുഷ്യൻ ഇപ്പം വീണ്ടും മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച് മാധ്യമങ്ങൾക്ക് അതൊരു വിവാദ പുരുഷനായിട്ട് വീണ്ടും നിറഞ്ഞു നിൽക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരാളെ കൊണ്ട് സാധിക്കാത്തതായിട്ട്, സാധാരണ മനുഷ്യരെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. പുള്ളി ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു ആർമി ട്രെയിനിങ് കിട്ടുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം സാധാരണ ഒരു മനുഷ്യനാണ്. വേറൊന്നും നേട്ടങ്ങളില്ല, ധനവാനല്ല, കാശുകാരനല്ല, പുള്ളിക്ക് ലോകം മൊത്തം ഫ്രണ്ട്സ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഒരാളുടെ വിൽ പവർ കൊണ്ട് അയാൾ സാധിച്ചെടുത്തൊരു വലിയ നീണ്ട ഒരു പുരുഷായുസ് കൊണ്ട് സാധിച്ചൊരു വലിയ ദൗത്യം, അത് മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നു. തീർച്ചയായിട്ടും അയാളത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് ഇത്തവണ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാനുള്ള വീഡിയോ. അപ്പോൾ ഗുഡ് ബൈ ഫ്രം അവീർ സ്റ്റോറീസ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.